ഹായ്, ഇന്ന് നമ്മുടെ ഡേ 35 ആണ്. ട്രെയിനിൽ ഇന്നലത്തെ കണക്കല്ല. ഇന്ന് നമ്മുടെ ബോഗിയിൽ ആൾ വന്നായിരുന്നു. ഇന്നലെ ഫുള്ള് ഫ്രീ ആയിരുന്നുകൊണ്ട് നമ്മൾ അത്യാവശ്യം നമുക്കെല്ലാം ചെയ്യാൻ പറ്റിയിരുന്നു. ഇന്നപ്പോൾ അവരെ ശല്യപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് നേരെ നമ്മൾ ആ ട്രെയിൻ നിർത്തിയിട്ടിരുന്ന ടൈമിൽ അവിടെ ഒരു സെറ്റപ്പ് ഉള്ളതുകൊണ്ട് അവിടെ ചെയ്തു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സെറ്റ് പുള്ളപ്സ് അവിടെ ചെയ്തു. കുഴപ്പമില്ല, അത്യാവശ്യം കൈ അവിടെ പിടിക്കാനൊരു ചെറിയൊരു സംഭവം ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്തായാലും അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അവിടെ തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അവിടെ വേറൊരു സൗകര്യം ഉണ്ടായിരുന്നു. ഇവിടെയും നമ്മൾ ചെയ്തു. ഇവിടെ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ സെക്കൻഡ് സെറ്റ് പുള്ളപ്സും നമ്മളവിടെ ചെയ്തു. പിന്നെ രാവിലെ അതിൻ്റെ ആളുകൾ അധികം ഒന്നും വന്നു തുടങ്ങിയില്ല. പിന്നെ ആളുകൾ വരുമ്പോൾ അവർക്ക് ശല്യമാകരുത്. എന്തായാലും നമ്മൾ സെക്കൻഡ് സെറ്റ് പുള്ളപ്സും അവിടെ ചെയ്തു. നമ്മുടെ വെല്ലാട് ചാമ്പ്യനായിരുന്നു ക്യാമറ പിടിച്ചുകൊണ്ടിരുന്ന. എത്ര പുള്ളപ്പ് അടിക്കും? 30 അടിക്കുമോ? ഉറപ്പാ? എന്നാ നോക്കാം. അങ്ങനെ സോള് വെല്ലാട് ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. 30 1 2 3 4. അങ്ങനെ നമ്മളെ 30 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഫുൾ പോർഷൻ അത് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. നമ്മുടെ സൗകര്യം അങ്ങനെ തന്നെയാണ്. ഉള്ളത് 30 കംപ്ലീറ്റ് ചെയ്തു. ആൾ നല്ല വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ആൾക്ക് നല്ലവണ്ണമൊക്കെ ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മൾ തേർഡ് സെറ്റ് പുള്ളപ്സ് ഇത്തിരി വേറെ രീതിയിൽ നിന്ന് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ മിക്കപ്പോഴും ഇത് കണക്കൊക്കെ തന്നെ അന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണ് ഇന്നത്തെ വർക്കൗട്ട്. അങ്ങനെ തേർഡ് സെറ്റ് പുള്ളപ്സ് നമ്മളവിടെ ചെയ്തു. അപ്പം ആക്ച്വലി സോറി പറയണം. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് ഇന്നിപ്പോൾ ആക്ച്വലി 43 ഡേ ആയി. എന്നിട്ട് ഇതേവരെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇടാൻ ഇത്രയും ലേറ്റ് ആകുന്നുണ്ട്. സോറി. എന്താണെന്ന് വെച്ചാൽ ഞാൻ എഡിറ്റ് ചെയ്യാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഇപ്പോൾ പഞ്ചാബിലായതുകൊണ്ട് തന്നെ നമ്മുടെ ചലഞ്ച് കാര്യങ്ങൾ കൂടെ കൊണ്ടുപോകുന്നുണ്ടല്ലോ. അപ്പം എഡിറ്റിങ് പിന്നെ പ്ലസ് മോർണിംഗ് ആൻഡ് ഈവനിങ് നമ്മൾ പ്രാക്ടിക്കൽ സെഷനാണ്. ബോക്സിങ് സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്യുവാണ്. അപ്പം കോച്ച് സർട്ടിഫിക്കേഷൻ. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി ക്ഷീണമുണ്ട്. എന്തായാലും നമ്മൾ അങ്ങനെ പുള്ളപ്സിന് ശേഷം നേരെ നമ്മൾ ഒരു ട്രെയിൻ നിർത്തിയിട്ടിരുന്ന ടൈമിൽ നമ്മൾ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി 100 പുഷപ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ ചായ കുടിച്ച് ശേഷം ഒരു സ്റ്റേഷൻ എത്തിയപ്പോൾ അവിടെ ഇറങ്ങി നമ്മൾ പുഷപ്സ് ചെയ്തു. അത് വേറെ സൗകര്യമൊന്നും ഇല്ലായിരുന്നു. കാരണം എൻ്റെ അവിടെ ഇന്നലെ ഫുള്ള് സൗകര്യമായിരുന്നു. കാരണം താഴത്തെ ബർത്തിലൊക്കെ ആൾ വന്നില്ലായിരുന്നു. ഇന്ന് ആൾ വന്നു. പിന്നെ അവരെ ശല്യപ്പെടുത്താൻ പറ്റില്ല. ഇതാകുമ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമോ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് അത് വലിയ സീനുണ്ടാവില്ല. കാരണം നടക്കാനൊക്കെ അത്രയും സ്പേസ് ഉണ്ട്. ട്രെയിൻ എപ്പോഴും ചെറിയ ഇതായതുകൊണ്ട് നമ്മൾ താഴത്തെ ബർത്ത് നമുക്ക് ഒരിക്കലും പുഷപ്സ് ചെയ്യാൻ മേളിൽ ചെയ്യാൻ പറ്റും. പുഷപ്സ് ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടോ. എന്നിരുന്നാലും നമ്മളങ്ങനെ സ്ഥലം നോക്കി വേറെ ചെയ്തത്. അപ്പോൾ ആ ട്രെയിൻ എടുത്തു ഓടി ഒന്ന് ട്രെയിൻ കയറിയത്. അങ്ങനെ നമ്മൾ പുള്ളപ്സ് അടുത്ത സെറ്റ് ചെയ്തു. നമ്മുടെ ഫോർത്ത് സെറ്റ് പുള്ളപ്സാണ്. നമ്മൾ ആൾക്കാരൊക്കെ വരുമ്പോൾ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൾക്കാർ എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മൾ തീർത്തു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ട്രെയിനിലുള്ള മിക്കവരും നമ്മളോട് അവർ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യുക മീൻസ് അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് തന്നെ വർക്കൗട്ട് ചെയ്യട്ടെ എന്നുള്ള അതാണ്. ആൾക്കാർക്ക് ഫിറ്റ്നസ് എല്ലാവർക്കും ഇഷ്ടമാണ്. സോ ആരും അതിനൊരു ബുദ്ധിമുട്ടൊന്നും കാണിച്ചില്ല. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സെറ്റ് പുള്ളപ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 1000 പഞ്ചസ് നമ്മൾ ചെറിയ ഷോർട്സ് ആയിട്ട് ഇരിക്കുന്നുള്ളൂ. 100 നമുക്ക് ചെയ്യാം. ആൾക്കാരെല്ലാം കൂടുതൽ വരുന്നുണ്ട്. അവിടെ ബുദ്ധിമുട്ടാവാൻ പാടില്ല. എന്തായാലും നമ്മൾ മാക്സിമം ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തത് വർക്കൗട്ടെല്ലാം. അപ്പോൾ നമ്മൾ ഷാഡോ ബോക്സിംഗ് ആണ് ചെയ്തത്. അതും നമ്മൾ 100 വെച്ചായിരുന്നു ഇടിച്ചത്. കാരണം എന്ന് വെച്ചാൽ മിക്കപ്പോഴും ആളുകൾ വരുന്നുണ്ട്. ഞാൻ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോയത്. അപ്പം മിക്കവരും നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. കുറേ പേര് ചെയ്തോ ബ്രോ, ചെയ്തോ നമുക്ക് മനസ്സിലാവില്ല. എല്ലാവരും കുഴപ്പമില്ല. അവരതിനുവേണ്ടി ചിലവരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ചെയ്തോട്ടെന്ന് കരുതി. അവർക്കൊക്കെ ആ ഫിറ്റ്നസ്സിനോടുള്ള താല്പര്യമാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ എന്തായാലും നമ്മൾ പലതവണയായിട്ട് ഷാഡോ ബോക്സിങ് ചെയ്ത് അതുകൊണ്ട് തന്നെ കുറേ തവണയുണ്ട് കേട്ടോ. പല തവണയായിട്ട് നമ്മൾ ചെയ്യുവാണല്ലോ. അങ്ങനെ നമ്മൾ 1000 പഞ്ചസ് എങ്ങനെയായാലും ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇദ്ദേഹം ഇവിടുത്തെ എന്തോ ഓഫീസർ എന്തോ ആണ്, എനിക്കറിയില്ല. TTR പുള്ളി അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ തവണ അവിടെ നിന്ന് നിൽക്കുമായിരുന്നു. എന്തായാലും അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു ചെയ്തോ മെഹനത്ത് കറോ, പ്രാക്ടീസ് കറോ. എന്തായാലും പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എന്താ വെച്ചാൽ പുള്ളി ഒരു റെസ്ലറായിരുന്നു കേട്ടോ. റെസ്ലിംഗ് ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് ഫീൽഡ്, അല്ലെങ്കിൽ ഒരു അത്ലറ്റ്, സ്പോർട്സ് പേഴ്സൺ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വർക്കൗട്ട് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ അവർ വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ അവർക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം. അപ്പോൾ അവർ വർക്കൗട്ട് ചെയ്യുന്നവരെ എപ്പോഴും സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ. അങ്ങനെ എന്തായാലും നമ്മൾ 1000 പഞ്ചസ് പല തവണയായിട്ടാണ് ഇടിച്ച് തീർത്തത്. അതാണ് ഈ കാണുന്ന കട്ടായിട്ട് കാണുന്നത്. എന്തായാലും നമ്മൾ വർക്കൗട്ടൊക്കെ നല്ലോണം തന്നെ ചെയ്തു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാ വർക്കൗട്ടും നമ്മളങ്ങനെ ഫിനിഷ് ചെയ്തു. വർക്കൗട്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു. ബട്ട് എന്നിരുന്നാലും ട്രെയിൻ ആണല്ലോ, ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവും.
അങ്ങനെ നമ്മൾ അത്യാവശ്യം എല്ലാ വർക്കൗട്ട്സും സ്പീഡിൽ തന്നെ ചെയ്ത്. പിന്നെ എന്നിരുന്നാലും ലാസ്റ്റ് നമ്മൾ ബർപ്പീസൊക്കെ ചെയ്യാൻ ഇച്ചിരി കഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ എന്തായാലും കുറേ ആൾക്കാരുണ്ട്, അവരൊക്കെ നല്ല കമ്പനിയാണ്. കാരണം അവർക്കൊക്കെ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അവർക്കൊക്കെ ബോക്സിങ്ങിനോട് മാത്രമല്ല, നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് അതാണ് എല്ലാവർക്കും ഇൻട്രസ്റ്റ്. കാരണം അവർക്കൊക്കെ ചെയ്യാൻ സാഹചര്യം ഇല്ലായ്മ ആയിരിക്കാം മേ ബി. ട്രെയിനിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാണല്ലോ, അവരൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം അവർ ചെയ്യാൻ. അപ്പം നമ്മൾ ഇവരെ മാത്രമല്ലേ, നമ്മൾ കുറേ ആൾക്കാരുണ്ട് ജോലിപരമായിട്ടൊക്കെ നിൽക്കുന്നവർ. അപ്പോൾ അവർക്കൊക്കെ വർക്കൗട്ട് ചെയ്യാൻ സാഹചര്യം ഇല്ലായ്മയാണ്. അവർക്ക് വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്, സാഹചര്യമില്ല. അപ്പം നമ്മൾ തന്നെ അത് സാഹചര്യം കണ്ടെത്തുക, അതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. സാഹചര്യം കണ്ടെത്തുക. നമുക്ക് സമയം കിട്ടണമെന്നില്ല, പക്ഷെ നമ്മൾ സമയം കണ്ടെത്തണം. അപ്പോൾ നമ്മുടെ പുഷപ്സ് വേറെ 2 സെറ്റ് കൂടി നമ്മളിപ്പോൾ ചെയ്തു, കംപ്ലീറ്റ് ആക്കി. ഇത് നമ്മുടെ 4th സെറ്റ് പുഷപ്സ് ആയിരുന്നു. മിക്കപ്പോഴും നമ്മൾ മാറിയും തിരിഞ്ഞും പല ഏരിയയിൽ നിന്നാണ് ചെയ്യുന്നത്. ഒരേ ഏരിയയിൽ തന്നെ ചെയ്താൽ അത്ര ബുദ്ധിമുട്ടുമാണ്. മാത്രമല്ല നമ്മൾ ബ്രേക്ക് എടുത്താണ് ചെയ്യുന്നത്. അതിനകത്തെ കാര്യം കാരണം റിലാക്സ് വേണം, മസിൽസ് റെസ്റ്റ് വേണം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ചെയ്യാൻ ഇച്ചിരി ക്ഷീണമായിരിക്കും. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് സെറ്റ് പുഷപ്സാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിയർത്ത് കഴിഞ്ഞാൽ ഞാൻ കുളിക്കാൻ എന്ത് ചെയ്യും. അതുകൊണ്ട് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റാണ്. വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ചെറിയ രീതിയിൽ ഹാർഡായിട്ടല്ല, റിലാക്സ് ചെയ്താണ് ചെയ്തത്. മോർണിംഗ് തൊട്ട് ഈവനിങ് വരെ സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ പുഷപ്സ് 500 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മളെ കൊണ്ട് ആരെയും വർക്കൗട്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല, ബട്ട് ആർക്കെങ്കിലും ഒരു മോട്ടിവേഷനെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു. ഒറ്റ ജീവിതമേ ഉള്ളൂ. പോസിറ്റീവായാലും നെഗറ്റീവായാലും എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അതിനെ നേരിടുക, ജീവിക്കുക, സ്റ്റേ ഫിറ്റ്. അതിനുശേഷം വീണ്ടും പഞ്ചസ് ആരംഭിച്ചു. കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പഞ്ചസ്. ഒറ്റയടിക്ക് തന്നെ ചെയ്യാൻ സമയം കിട്ടില്ല. കാരണം മിനിമം ഒരു 5-6 മിനിറ്റ് വേണം ഷാഡോ ബോക്സിങ് തീർക്കാൻ. 6 മിനിറ്റ്സ് വേണം എനിക്ക് എന്തായാലും പഞ്ചസ് 1000 തീർക്കാൻ. നോർമലി 6 മിനിറ്റ് ഒന്നും വേണ്ട, ബട്ട് ഞാൻ എന്തെല്ലാം 100 വെച്ച് ഞാൻ കൗണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് ബ്രേക്ക് എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ടൈം എടുത്താണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ പുള്ളി നമ്മളെ വലിയ കാര്യമായിരുന്നു. പുള്ളിയാണ് ഞാൻ പറഞ്ഞ റെസ്ലർ. അപ്പം പുള്ളി ചെയ്തോ കരോ എന്നൊക്കെ പറയും. പുള്ളി സപ്പോർട്ടായിരുന്നു. പുള്ളി എന്തോ ഓഫീസർ എന്തോ ആണ്, അതിനകത്ത് അവരുടെ മാനേജ് ചെയ്യുന്ന മാനേജറോ എന്തോ ആയിരിക്കും. കാരണം പാൻട്രിയൊക്കെ ഉള്ളതാണ്. എന്തായാലും നമ്മൾ പഞ്ചസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും സമയം വളരെ കുറവായിരുന്നു. കാരണം ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ അഡ്ജസ്റ്റ് ചെയ്ത് അവരെ ബുദ്ധിമുട്ടാക്കാതെ തന്നെ നമ്മൾ ചെയ്യണ്ടേ. 900 പഞ്ചസാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടെന്ന് ഇങ്ങോട്ട് മാറി ഇരിക്കുക. അപ്പോഴത്തേക്കും സമയം കുറേ ആയിരുന്നു. അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കുക. എല്ലാവരും ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ആ ടൈമിൽ തന്നെ നമ്മൾ പിന്നെ ലാസ്റ്റ് 100 പഞ്ചസ് കംപ്ലീറ്റ് ചെയ്ത്. എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ ആരോഗ്യം ശ്രദ്ധിക്കുക. ഇപ്പം നല്ല റെസ്റ്റ് ഇച്ചിരി കുറവുണ്ട്, പക്ഷേ ആരും അത് അനുകരിക്കരുത്. റെസ്റ്റ് എടുത്തിട്ട് വേണം വർക്കൗട്ട് ചെയ്യാൻ. പ്രോപ്പർ റെസ്റ്റ് വേണം. അതിനോട് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നല്ല ഫുഡ് കഴിക്കുക, മൈക്രോ ന്യൂട്രിയൻ്റ് അടങ്ങിയ ഫുഡ് കഴിക്കുക. അത് ഫുഡാണ് മെയിൻ കേട്ടോ. അങ്ങനെ നമ്മളെ ബർപ്പീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ബർപ്പീസ് എന്ന് പറഞ്ഞാൽ ജമ്പില്ലാതെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ മാത്രമേ ഉള്ളൂ, ഹാഫ് ബർപ്പീസ് വരും. അങ്ങനെ നമ്മൾ ബർപ്പീസ് 50 കംപ്ലീറ്റ് ചെയ്ത്. എന്തായാലും നമ്മൾ ഫുഡിലാണ് ഇതിൻ്റെ മെയിൻ നമുക്ക് റിസൾട്ട്. ഇതിപ്പോൾ എൻ്റെ വർക്കൗട്ടിനകത്ത് മസിൽ എൻഡൂറൻസ് ആണ് ഉണ്ടാകുന്നത്, അല്ലാതെ മാസ് ഗെയിനിങ് അല്ലാതെ വലിയ മസിൽസ് ഉണ്ടാവുക അല്ല ചെയ്യുന്നത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഞാൻ മസിൽ ഗെയിൻ ആവുന്നില്ലല്ലോ, അതേ കണക്ക് തന്നെ ആണല്ലോ. നമുക്ക് മസിൽ എൻഡുറൻസ് വരുന്നുണ്ട്, നമ്മുടെ വർക്കൗട്ടിൻ്റെയൊക്കെ എണ്ണം കൂടുന്നുണ്ട്. അങ്ങനെ നമ്മൾ സെറ്റാണ്. എന്തായാലും നമ്മളെ 50 ബർപ്പീസും നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവരും ഫിറ്റായിട്ടിരിക്കുക, ഏത് സാഹചര്യത്തിലായാലും വർക്കൗട്ട് ചെയ്യുക, ഏത് സാഹചര്യമായാലും നമ്മൾ ചെയ്യണം.